ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ചും ഇല്ല, ഏട്ടനും അത് കുട്ടിയാണ്, ഞങ്ങൾ 3 പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പാലക്കാട് ടു തൃശ്ശൂരാണ് യാത്ര. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത് ബൈക്കിനല്ല കേട്ടോ, ബൈക്കിലല്ല, നമ്മൾ ഇത് സ്റ്റേഡിയത്തിൽ കൊണ്ട് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തൃശ്ശൂർ ബസ് കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഫുഡ് കഴിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അത് കുട്ടിക്ക് ലേറ്റായിട്ട് ഫുഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഓരോരോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ തൃശ്ശൂർ ബസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ എല്ലാവർക്കും ഇരിക്കാനുള്ള ഓരോരോ ഇരിപ്പിടവും കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ വലിയ ബസ് എടുത്തു. പിന്നെ നമ്മളുടെ കൂടെ തന്നെ ഒരു പുൽച്ചാടി ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അത് മണ്ണൂത്തി വരത്തേക്കൊക്കെ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. പിന്നെ അത് കുട്ടിക്ക് ഭയങ്കര എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ആൾ അതിൽ തന്നെ പിടിച്ച് നിൽക്കും. പിന്നെ അവളുള്ളത് കൊണ്ട് സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ എന്താണ് ഏകദേശം കുതിരാൻ വരെ ആൾ ഭയങ്കര സംസാര പ്രിയത്തിയാണ് കേട്ടോ. പിന്നെ കുതിരാനൊക്കെ കാണിച്ചു കൊടുത്തു ആൾക്ക്. പിന്നെ എന്താ പറയുക, അവൾക്ക് ഇങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനത്തെയാണ് ഉണ്ടാക്കിയത്, ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും കുതിരാനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് പക്ഷേ അവളുടെ മൈൻഡിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവണേങ്ങാടും പെരിങ്ങോട്ടുകാരിക്കുമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പോയത് ആവണേങ്ങാടാണ്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭഗവാനൊന്നും കാണാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത് പോയത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്കാണ്. അപ്പോൾ അവിടെ ഏകദേശം പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല രീതിക്ക് തൊഴുത് പ്രാർത്ഥിച്ച് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെ ഫസ്റ്റ് വരുന്നത് പാലാഴി മദന ശില്പമാണ് ഫ്രണ്ടിലുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്നത് കലാമണ്ഡലം ഉണ്ട്, അതുപോലെ തന്നെ കൂത്തമ്പലം ഉണ്ട്, പിന്നെ കുളമുണ്ട്, ശിവപാർവതി വിഷ്ണുമായ ശില്പമുണ്ട്, അതുപോലെ തന്നെ മഹിഷ മണ്ഡപമുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഗരുഡ സാന്നിധ്യമുണ്ട്, പിന്നെ ആദിഗുരു ഉണ്ട്. അങ്ങനെ ഒരുപാട് കാണാനായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബസ് വരുന്നത് കൊണ്ടും നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് വെച്ചാൽ ബസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കുള്ള ബസ്സിനായി നിൽക്കുന്നത് കൊണ്ടും കുറച്ച് സമയം വൈകിയത് കൊണ്ടും നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. നമ്മുടെ അതിക്കുട്ടി ഉറങ്ങിയിട്ടോ, ഏകദേശം അവൾ നടന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണത്തിൽ ആൾ കിടന്നുറങ്ങിയിട്ടോ. പിന്നെ നമ്മളങ്ങനെ പാലക്കാട് എത്തി നമ്മളുടെ വണ്ടി എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.